നെഞ്ചുവേദന ആയിട്ടാണ് രാജേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ഡോക്ടറെ അടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം വളരെ സീരിയസ് ആയി വന്നതാണ്. ആ നിലയിലൊരു പരിഗണന സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് ഡോക്ടറെ അടുത്ത് കയറ്റി വിടാനോ അത് പോയിട്ട് OP ടിക്കറ്റ് എടുക്കാതെ കാണാൻ കഴിയില്ലെന്നും എന്നുള്ള നിലയിലുള്ള ചില വർത്തമാനങ്ങൾ സെക്യൂരിറ്റിയുടെ ഭാഗത്തുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു കാലതാമസം അയാളുടെ ട്രീറ്റ്മെൻറ്റ് യഥാസമയം നൽകാൻ കഴിയാത്ത നിലയിലേക്കുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് അരമണിക്കൂറിലധികം ECG എടുത്തിട്ട് പോലും ആ ECGയിൽ വേരിയേഷൻ ഉണ്ട് എന്ന് കണ്ടിട്ട് പോലും CPR കൊടുക്കാനോ പ്രാഥമിക ചികിത്സ കൊടുക്കുവാനോ കുറച്ച് ഗുളിക എന്തൊക്കെ കൊടുത്തതിനപ്പുറത്തേക്ക് ഒരു ഗൗരവത്തോട് ഒരു ഇത്രയും സീരിയസ് ആണ് എന്ന നിലയിലേക്കുള്ള ഒരു പരിചരണം, ഡോക്ടറുടെ പരിശോധന അല്ലെങ്കിൽ ആ നിലയിലുള്ള ചികിത്സ അവിടെ ലഭ്യമായില്ല എന്നതാണ്. അടക്കം പറയുന്നത് മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് പിന്നീടാണ് അയാളായി വരുന്ന ആളിനെ ആദ്യം ഒന്ന് CPR ചെയ്ത് നേരെ ആക്കിയിട്ടല്ലേ ഇത് എന്നിട്ടല്ലേ റഫർ ചെയ്യേണ്ടത്. ആ പ്രാഥമിക ഒന്ന് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ലാത്തൊരു സ്ഥിതിയുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ചെറിയ ചികിത്സ തേടിയെത്തുന്നവർക്ക് പോലും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും ഡോക്ടറുടെയും സേവനവും ഒക്കെയാണ് ഇവിടെ ലഭിക്കുന്നത്. വൈകുന്നേരം OP ഉണ്ട്. ആ OPയുടെ സമയം മാറ്റി ഈ പറഞ്ഞ മോശമായി പെരുമാറുന്ന ചില സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ചികിത്സാ പിഴവ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ECG അടക്കമുള്ള നടപടികൾ ECG വന്ന് അല്പസമയം കഴിയുമ്പോൾ ECG എടുത്തിരിക്കുന്നു. ECG എടുക്കുമ്പോൾ ECGയിൽ വേരിയേഷൻ ഉണ്ടല്ലോ, അതനുസരിക്കപ്പെട്ടുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ചികിത്സ നൽകണ്ടേ. അപ്പോഴാണ് OP ടിക്കറ്റ് എടുത്തില്ല എന്നും അല്പം വെയിറ്റ് ചെയ്യണമെന്നും ഡോക്ടറെ തന്നെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിക്കാരൻ വിടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് ആ ഒരു ടൈമിങ്ങിലാണ് അദ്ദേഹത്തിന് വീണ്ടും അറ്റാക്ക് വന്ന് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് അനാസ്ഥയാണ്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള അനാസ്ഥയാണെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ DYFIയുടെയും ഒക്കെ തന്നെ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൂപ്രണ്ട് തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ അപമര്യാദയായി പെരുമാറിയിട്ടുള്ള വേണ്ടത്ര ജാഗ്രത കാണിക്കാത്ത ആ സെക്യൂരിറ്റിക്കാരനെ മാറ്റി നിർത്താനും രാവിലെ ഇവിടുത്തെ CCTV പരിശോധിക്കപ്പെട്ടിട്ട് ആരൊക്കെയാണ് ഈ ഒരു ചികിത്സ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അവരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകും എന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കപ്പെട്ടത്. നാളെ ബോഡി മോർച്ചറിയിലാക്കിയിട്ടുണ്ട്. നാളെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും ഈ രാജേഷിൻ്റെ ചികിത്സ തേടിയെത്തിയ രാജേഷിന് യഥാസമയം ചികിത്സ നൽകാത്തതിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാവരുടെയും പേരിലും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ആശുപത്രിയുടെ മുന്നിലുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുന്നത്. നാളെ കഴിഞ്ഞ് ഇതിന് യാതൊരു വിധത്തിലുള്ള പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഇപ്പം പറഞ്ഞ വാക്ക് പാലിക്കപ്പെടാത്ത സാഹചര്യം വന്നാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇവിടെ നടത്തേണ്ടി വരും.